കോട്ടയത്തും മഴ അല്പം കുറഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രശാന്ത് ജോസഫാണ്. പ്രശാന്ത്, ഈ കഴിഞ്ഞ ദിവസം രാത്രി പക്ഷേ ശക്തമായ മഴ പിന്നെ ഉണ്ടായി എന്ന് മനസ്സിലാക്കുന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ അതേസമയം ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം, പ്രത്യേകിച്ച് കോട്ടയം, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി ആ താലൂക്കുകളിലൊക്കെ ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ ആളുകളെ മാറ്റുന്നുണ്ടോ? ഈ ജലനിരപ്പ് പടിഞ്ഞാറൻ മേഖലയിൽ ഉയരുന്നത് കൂടുതൽ ആശങ്കയുണ്ടാക്കുന്നുണ്ടോ? തീർച്ചയായും സ്വപ്ന, കഴിഞ്ഞ രാത്രിയിലും കോട്ടയം ജില്ലയിൽ സാമാന്യം ശക്തമായ മഴ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ പുലർച്ചെയോടെ മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. നിലവിൽ വലിയ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമില്ല. കോട്ടയം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് നിലവിലുള്ളത്. എന്നാൽ വരും മണിക്കൂറുകളിൽ ഇതിൽ മാറ്റമുണ്ടാകുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും കോട്ടയം ജില്ലയിൽ ഈ വിവിധ താലൂക്കുകളിലെ ആകെ 35 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിരിക്കുന്നു. കിഴക്കൻ മേഖലയിൽ നിന്ന് വെള്ളം ഇറങ്ങി തുടങ്ങിയതോടെ പടിഞ്ഞാറൻ മേഖലയിൽ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യമാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം പാലാ നഗരത്തിൽ ഉൾപ്പെടെ വലിയ തോതിൽ വെള്ളം ഉയർന്നിരുന്നു. ഈ പാലാ ടൗണിൽ നിന്നും പൂർണ്ണമായി വെള്ളം ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല. എന്നാൽ ജലനിരപ്പ് ഇവിടെ താഴ്ന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ആശ്വാസകരമാണ്. അതേസമയം തന്നെ പടിഞ്ഞാറൻ മേഖലയിലേക്ക് ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യമാണ്. പടിഞ്ഞാറൻ ഇപ്പോൾ നിലവിലെ ഒരു കണക്കനുസരിച്ച് 35 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ജില്ലയിൽ തുറന്നിരിക്കുന്നത്. എന്നാൽ പടിഞ്ഞാറൻ മേഖലയിൽ ജലനിരപ്പ് ഉയരുന്നതോടെ കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കേണ്ട ഒരു സാഹചര്യമുണ്ടാകും. ഏതായാലും കോട്ടയം ജില്ലയിൽ ഇന്ന് പൂർണ്ണമായും അവധി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുൾപ്പെടെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം ഞായറാഴ്ചയാണെങ്കിലും മതബോധന ക്ലാസുകൾ, അതേപോലെ ട്യൂഷൻ സെൻ്ററുകളൊക്കെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഞായറാഴ്ചകളിലുണ്ട്. അതൊക്കെ പൂർണ്ണമായും ഒഴിവാക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഖനനത്തിനും ജലവിനോദങ്ങൾക്കും പൂർണ്ണമായ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക്, മലയോര മേഖലകളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും പൂർണ്ണമായ യാത്രാ വിലക്കും കർശന നിർദ്ദേശങ്ങൾ തന്നെയാണ് എന്തായാലും ജില്ലാ ഭരണകൂടമടക്കം നൽകുന്നത്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പോകരുത്, മലയോര മേഖലകളിലേക്ക് പോകരുത്, തീരദേശ മേഖലകളിലേക്ക് പോകരുത്. മഴയൽപ്പം ശാന്തമായി എങ്കിൽ കൂടിയും മഴ മുന്നറിയിപ്പുകൾ അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. വെള്ളക്കെട്ടുകൾ എല്ലായിടത്തും താഴ്ന്ന പ്രദേശങ്ങളെല്ലാം രൂപപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. പ്രശാന്ത് ജോസഫ് നിൽക്കുന്ന സ്ഥലത്ത് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ 2018 ആ പ്രളയം നൽകിയ പാഠങ്ങൾ, അതിൽ നിന്ന് നമ്മൾ എന്തൊക്കെ പഠിച്ചു, എന്തൊക്കെ പ്രതിരോധ നടപടികൾ നമുക്ക് സ്വീകരിക്കാനായി എന്നത് ഇപ്പോഴും സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്ന ചോദ്യം തന്നെയാണ്. കാരണം ഒരൊറ്റ ദിവസത്തെ മഴയിലാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളും ഈ മഴ ഇതുപോലെ തന്നെ തുടരാൻ സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മുടെ കാലാവസ്ഥാ രീതികളെല്ലാം മാറിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉള്ളത്. ഈ നിർദ്ദേശങ്ങളെല്ലാം, അതായത് ദുരന്ത നിവാരണ അതോറിറ്റിയുടേതായാലും കാലാവസ്ഥാ വകുപ്പിൻ്റേതായാലും ജില്ലാ ഭരണകൂടത്തിൻ്റേതായാലും മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക എന്നതിനപ്പുറം ഒരുപക്ഷെ നമുക്ക് ഒന്നും ചെയ്യാനില്ല എന്ന് തന്നെ പറയേണ്ടതുണ്ട്. എടുത്തു പറയേണ്ടതാണ് മഴക്കാല പൂർവ്വ ശുചീകരണം, മഴക്കാല പൂർവ്വ നടപടികൾ, അതൊക്കെ എത്രത്തോളം ഫലപ്രദമായി നടപ്പിലാക്കാൻ സാധിച്ചു എന്നതടക്കം ഈ ഒരു അവസരത്തിൽ ചോദ്യം ചെയ്യപ്പെട്ട് വരുന്നുണ്ട്.